എൻ്റെ പിന്നിലെ സൂര്യൻ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂര്യൻ്റെ പ്രഭ കൊണ്ട് അന്തരീക്ഷം മനോഹരമായി മാറിക്കൊണ്ടിരിക്കുക. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇരുട്ടായിരുന്നു ഈ പ്രദേശത്ത്. നടക്കാൻ പോലും പറ്റാതെ, കണ്ണ് കാണാൻ പറ്റാത്തൊരു സാഹചര്യം, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്തൊരു സാഹചര്യം ഈ പ്രദേശത്തിനുണ്ടായിരുന്നു. കാരണം ഇരുട്ട് നിറഞ്ഞു നിന്നതുകൊണ്ടാണ്. എന്നാൽ ഈ സമയം ആ ഇരുട്ട് മാറി ജനത്തിന് കാണാൻ പറ്റുന്ന, മുന്നോട്ട് ചലിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്തിനാ ഞാനിത് നിങ്ങളോട് പറഞ്ഞെന്നറിയോ? നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളൊക്കെ ഇരുട്ടിന് തുല്യമായ, അന്ധകാരത്തിന് തുല്യമായ ഒരവസ്ഥയുണ്ടാവും. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ. ആ അവസ്ഥ വരുമ്പോഴാണ് മരിക്കാം, ആത്മഹത്യ ചെയ്യാമെന്നുള്ള ചിന്തയിലേക്ക് നാം എത്തുന്നത്. എന്നാൽ ഒരു കാര്യം നാം മറക്കരുത്, ഇരുട്ട് നമ്മുടെ ജീവിതാവസാനം വരെ നിലനിൽക്കുന്നതല്ല. മറിച്ച് അതിനിതുപോലെ സൂര്യൻ ഉദിക്കുന്നൊരു സമയമുണ്ട്, വെളിച്ചം വരുന്നൊരു സമയമുണ്ട്. വെളിച്ചം വന്നാൽ ഇരുട്ട് മാറിയേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം വരുമെന്നേ, ഇന്നത്തെ അവസ്ഥകളൊക്കെ മാറും. വെളിച്ചമാകുന്ന ദൈവം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിശാചാകുന്ന ഇരുട്ടിന് മാറിയേ പറ്റൂ. കുടുംബത്തിൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുമെന്നേ. ഇന്ന് കടന്നു പോകുന്ന സകല സാഹചര്യങ്ങൾക്കും മാറ്റം വരും. സന്തോഷമായിട്ടിരിക്കും. ഇരുട്ടിന് വിട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇരുട്ടിൻ്റെ അവസ്ഥ വന്നു എന്നോർത്ത് ആത്മഹത്യ ചെയ്യാനുള്ളതല്ല നമ്മുടെ നല്ല മനോഹരമായ ഈ ജീവിതം. മറിച്ച് വെളിച്ചത്തിൽ സന്തോഷമായി നടക്കാനുള്ളതാ. ഇരുട്ട് കുറച്ച് സമയമുണ്ട്, ശരിയാ, പക്ഷെ വെളിച്ചം വരും എന്ന് നാം മറന്നു പോകരുത്. ഇരുട്ടിൽ മാത്രമാണ് നാം ജീവിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഇരുട്ട് മാറും, വെളിച്ചം വരും, സന്തോഷം വരുമെന്നേ. ധൈര്യമായിട്ടിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.